ഒരു വശത്ത് ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നു, മറുവശത്ത് വീണ്ടും ആയുധങ്ങൾ. ട്രംപിന്റെ ഇരട്ട നയം ഇങ്ങനെ. യുക്രൈൻ സംഘർഷത്തിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്തുണ പ്രകടിപ്പിച്ചെങ്കിലും അത്തരമൊരു വെടിനിർത്തൽ എങ്ങനെ നടപ്പാക്കുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. വെടിനിർത്തലിന് സാധ്യമായ പഴുതുകളെയും തന്ത്രപരമായ പോരായ്മകളെയും കുറിച്ചും പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 30 ദിവസത്തെ വെടിനിർത്തൽ സമയത്ത് യുക്രൈൻ അണിനിരക്കുകയോ സൈനികരെ പരിശീലിപ്പിക്കുകയോ ആയുധങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുവേണം എന്നാണ് പുടിൻ തലസ്ഥാനമായ മോസ്കോയിൽ തന്റെ ബെലാറഷ്യൻ കൗണ്ടർ അലക്സാണ്ടറുമായുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. റഷ്യൻ സൈന്യം ഏകദേശം 2000 കിലോമീറ്റർ മുൻനിരയിലൂടെ മുന്നേറുന്നുണ്ടെന്നും സൈനിക നടപടികൾ നിർത്തിവെക്കുന്നതിന് നിലവിലുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. ഈ 30 ദിവസങ്ങൾ എങ്ങനെ ഉപയോഗിക്കും? യുക്രൈൻ നിർബന്ധിത സമാഹരണം തുടരണോ? കൂടുതൽ ആയുധ സാമഗ്രികൾ സ്വീകരിക്കണോ? പുതുതായി സമാഹരിക്കുന്ന യൂണിറ്റുകളെ പരിശീലിപ്പിക്കണോ? അതോ ഇതൊന്നും സംഭവിക്കില്ലെന്നും പുടിൻ ചോദിച്ചു. ഇത്രയും വിശാലമായ ഒരു യുദ്ധക്കളത്തിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും ലംഘനങ്ങൾ എളുപ്പത്തിൽ നടന്നേക്കാമെന്നും ഇത് ഇരുപക്ഷവും തമ്മിലുള്ള ഒരു കുറ്റപ്പെടുത്തലിലേക്ക് നയിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിലവിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം യുക്രൈൻ 2 ഘട്ടങ്ങളുടെ ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. ഒരു ദ്രുതഗതിയിലുള്ള വെടിനിർത്തൽ, പിന്നീട് ഒരു ദീർഘകാല ഒത്തുതീർപ്പും. പക്ഷെ ഒരൊറ്റ കരാറിൽ എല്ലാം തീരുമാനിക്കണമെന്നാണ് റഷ്യയുടെ താല്പര്യം. വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ റഷ്യ തയ്യാറാണെന്നും എന്നാൽ അത്തരമൊരു ക്രമീകരണത്തിന്റെ നിബന്ധനകൾ വ്യക്തമാക്കണമെന്നുമായിരുന്നു പുടിൻ പറഞ്ഞിരുന്നത്. ഹ്രസ്വകാല ഇടവേളകളിൽ റഷ്യയ്ക്ക് താല്പര്യമില്ലെന്നും എന്നാൽ സംഘർഷത്തിന്റെ കാരണങ്ങൾ പരിഹരിക്കുന്നതിൽ ഏർപ്പെടാൻ തയ്യാറല്ലെന്നും നേരത്തെയും പുടിൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് യുക്രൈൻ വെടിനിർത്തലിന് മുതിരുന്നതെന്നും റഷ്യ കണക്കാക്കുന്നു. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ നോബൽ സമ്മാനം കരസ്ഥമാക്കാനിരിക്കുന്ന ട്രംപ് പക്ഷേ 2 തോണിയിലും കാലുകുത്തുന്ന അവസ്ഥയാണിപ്പോൾ. റഷ്യയെ ഒട്ട് പിണക്കാനും പറ്റില്ല, എന്നാൽ യുക്രൈനെ പൂർണ്ണമായും പിന്തള്ളാനും സാധിക്കില്ല. വെടിനിർത്തൽ നടപ്പാക്കി നായകനാക്കുന്ന അമേരിക്ക അതേസമയം തന്നെ യുക്രൈന് ആയുധങ്ങളും കൈമാറുന്നുണ്ട്. റഷ്യൻ ജാമിങ്ങിനെ പ്രതിരോധിക്കുന്നതിനായി അമേരിക്ക ഗ്രൗണ്ട് ലോഞ്ചസ് സ്മോൾ ഡയമീറ്റർ ബോംബുകൾ നവീകരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈനെ യുദ്ധക്കളത്തിൽ അവ വീണ്ടും അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റോയിട്ടേഴ്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. ബോയിങ്ങും സാബ് എബിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത GLSDB GB-യും 39 സ്മോൾ ഡയാമീറ്റർ ബോംബും M26 റോക്കറ്റ് മോട്ടോറും സംയോജിപ്പിച്ച് ഏകദേശം 100 മൈൽ ദൂരപരിധിയിലുള്ള ഒരു ആയുധമാണ് സൃഷ്ടിക്കുന്നത്. വെളിപ്പെടുത്താത്ത നിരവധി GLSDB യൂണിറ്റുകൾ അമേരിക്ക യുക്രൈനിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ കഴിഞ്ഞ വർഷം ഫലപ്രദമല്ലെന്ന് തെളിയിച്ചതിനെ തുടർന്ന് യുക്രൈൻ സൈന്യം റഷ്യക്കെതിരെ ബോംബ് ഉപയോഗിച്ചിട്ട് മാസങ്ങൾ ആയതായി വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. റഷ്യയുടെ ഇലക്ട്രോണിക് യുദ്ധശേഷി GLSDB GPS വഴി നയിക്കുന്ന എക്സ്കാലിബർ പീരങ്കി ഷെല്ലുകൾ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ യുദ്ധോപകരണങ്ങളെ ഉപയോഗശൂന്യമാക്കിയെന്ന് ജൂലൈയിൽ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവയുടെ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ തകരാറിലായതിനാൽ വിന്യസിച്ചതിന് ആഴ്ചകൾക്കുള്ളിൽ ഈ ആയുധങ്ങളിൽ ചിലത് പിൻവലിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. 2024 ഓഗസ്റ്റിൽ റഷ്യയിലെ കുറിസ്ക് മേഖലയിലെ ആക്രമിച്ച യുക്രൈനിയൻ സൈന്യം ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണെന്നും പുടിൻ പരാമർശിച്ചു. ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ അവരെ എന്തു ചെയ്യണമെന്ന് വ്യക്തമല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2024 ഓഗസ്റ്റിൽ യുക്രൈനിയൻ സൈന്യം കൈവശപ്പെടുത്തിയിരുന്ന പ്രദേശത്തിന്റെ 86% റഷ്യൻ സൈന്യം തിരിച്ചുപിടിച്ചിട്ടുണ്ട്. യുക്രൈൻ പ്രദേശത്തെ ശേഷിക്കുന്ന യൂണിറ്റുകൾ വലിയ തോതിൽ വളയുകയും ഒറ്റപ്പെടുകയും ചെയ്തുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. 2024 റഷ്യൻ പ്രദേശത്തേക്ക് ആക്രമണം നടത്താൻ യുക്രൈൻ മിസൈലുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് കുർസ്ക്, ബയാൻസ്ക്, ബെൽഗോറോസ്റ്റ്, റോസ്തോവ് എന്നീ പ്രദേശങ്ങളിൽ ലക്ഷ്യം വെച്ചായിരുന്നു ഇത്. എന്നിരുന്നാലും ജനുവരി അവസാനത്തോടെ ഇരുവരുടെ മിസൈൽ ശേഖരണം പൂർണ്ണമായും തീർന്നുപോയതായി അസോസിയേറ്റീവ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങളെ യുക്രൈൻ ആശ്രയിക്കുന്നതിനാൽ അത്തരം ആക്രമണങ്ങൾ നാറ്റോയെ സംഘർഷത്തിൽ നേരിട്ട പങ്കാളിയാക്കുമെന്ന് വാദിച്ചുകൊണ്ട് ദീർഘദൂര യുക്രൈൻ ആക്രമണങ്ങൾ അനുവദിക്കുന്നതിനെതിരെ റഷ്യ അമേരിക്കക്കെതിരെയും സഖ്യകക്ഷികൾക്കെതിരെയും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. യുക്രൈനെ സഹായിക്കാൻ പോയ പല രാജ്യങ്ങളും ഇപ്പോൾ പെരുവഴിയിലാണെന്ന അവസ്ഥയാണ്. യുദ്ധത്തിൽ റഷ്യ വിജയം കൈവരിച്ച സ്ഥിതിക്ക് റഷ്യയെ അവർക്കൊക്കെ പേടിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ പലരും സ്വന്തം സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തിരക്കിലാണിപ്പോൾ. യുക്രൈൻ മുട്ടുമടക്കിയ സ്ഥിതിക്ക് ഇനി യുദ്ധത്തിൽ ഇടപെട്ടിട്ട് കാര്യമില്ലെന്ന് നാറ്റോയ്ക്ക് കൃത്യമായി അറിയാം.